കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗീയപിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രകാശമായി, അങ്ങ് ഞങ്ങളുടെ ആശ്രയമായി, അങ്ങ് ഞങ്ങളുടെ ബലമായി, അങ്ങ് ഞങ്ങളുടെ ശക്തിയായി, അങ്ങ് ഞങ്ങളുടെ സൗഖ്യദായകനായി, അങ്ങ് ഞങ്ങളുടെ ആശ്വാസദായകനായി, അങ്ങ് ഞങ്ങളുടെ കർത്താവെ കൂടെയുള്ളവനായി, കർത്താവെ കഴിഞ്ഞ നാളുകളിൽ അങ്ങ് ഞങ്ങളെ നടത്തി ഈ പുതിയ വർഷവും അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും അങ്ങ് ഞങ്ങളെ പിരിഞ്ഞ് അങ്ങ് ഒരു നാളും ഇരിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങയോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ പരിശീലിപ്പിക്കുന്നത്. അങ്ങിൽ നിന്നൊരിക്കലും അകന്നു പോകുവാനിടയാക്കാതെ അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അത് കർത്താവെ ഞങ്ങളുടെ സ്വാർത്ഥ ഉപയോഗത്തിനായിട്ട് മാത്രം ഉപയോഗിക്കാതെ അവിടുത്തെ നാമമഹത്വത്തിന്, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക്, കർത്താവെ ഭാരത്തിനും വേദനയിലും ആകുലതയിലും കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ഇരിക്കുന്നവരുടെ വിടുതലിനുമായി ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം കർത്താവെ ഞങ്ങളുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാതെ മറ്റുള്ളവരെ കൈത്താങ്ങുന്നതിന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകളും കർത്താവെ അത് അവിടുത്തെ നാമമഹത്വത്തിന് ഉപയോഗിക്കാൻ, അങ്ങനെ അങ്ങനെ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ നിരാശപ്പെടുന്നുവെങ്കിൽ അതിന്റെ കാരണം ഞങ്ങൾക്ക് അങ്ങയോട് ബന്ധമില്ല എന്നുള്ളതാണല്ലോ. ഞങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്കില്ല എന്നുള്ളതാണല്ലോ. കർത്താവെ അങ്ങയെ ഭയപ്പെട്ട് അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ രോഗത്തിന് സൗഖ്യമാണ്, അങ്ങ് ഞങ്ങളുടെ ഭാരങ്ങൾക്ക് വിടുതലാണ്, അങ്ങ് ഞങ്ങളുടെ ആകുലതകൾക്ക് കർത്താവെ ആശങ്കകൾക്കും ഒക്കെ അങ്ങ് ആശ്വാസവും ബലവുമായിരിക്കണം. ഞങ്ങളുടെ സ്തോത്രം. അങ്ങിലേക്ക് നോക്കി പ്രകാശിതരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ ഈ വെള്ളുതിരി പോലെ ഞങ്ങളുടെ ജീവിതവും കർത്താവെ മറ്റുള്ളവർക്ക് പ്രകാശം കൊണ്ടുവരണം. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവിടുത്തെ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ, കർത്താവെ ജീവിതം കൊണ്ട് കർത്താവ് ശുശ്രൂഷ കൊണ്ട് അവിടുത്തെ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ പുതുവർഷത്തിന്റെ ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, ഓരോ ദിനവും കർത്താവെ അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവെ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് സഹായിക്കണം. ഞങ്ങൾക്ക് ഇന്ന് പിരിയാത്ത സാന്നിധ്യം കൂടെ ഇരിക്കണം. ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടുത്തെ ശുശ്രൂഷ നിർവഹിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണം. കർത്താവെ ഭാരങ്ങളെ, വേദനകൾ, ആകുലതകളുള്ളവർ, നാളെ എന്താകുമെന്ന് ചിന്തിക്കുന്ന ഭാരപ്പെട്ട പ്രിയപ്പെട്ടവർ കർത്താവെ അങ്ങയിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി വഴിവെക്കും, ദൈവം എനിക്ക് വേണ്ടി കർത്താവെ പ്രവർത്തിക്കുന്നു, ദൈവം എൻ്റെ കർത്താവെ പാതകളെ നിരപ്പാക്കും, ദൈവം എനിക്ക് കർത്താവെ പുതുവഴിയെ തുറന്നു തരും, ദൈവം എനിക്ക് ശക്തി തരും, എന്നെ ശക്തനാക്കുന്ന എൻ്റെ യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ് പറഞ്ഞത് വിശ്വാസത്തോടെ കർത്താവെ പുതുവർഷത്തിന്റെ ഓരോ ദിനങ്ങളും തീർക്കാൻ സഹായിക്കണം. കർത്താവ് ഞങ്ങൾ തിരിയാത്ത സാന്നിധ്യം കൊടുക്കണം. രാത്രികാലം ഞങ്ങൾക്ക് ആവശ്യമായ വിശ്രമം നൽകണമേ. അതിരാവിലെ കുടുംബങ്ങൾ ഉണരുവാൻ ഞങ്ങളെ സഹായിക്കണം. നാളെ കർത്താവെ വീണ്ടും തിരുസന്നിധി കൂടുതൽ അവിടുത്തെ തിരുക്കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.